ഹലോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിലൊരു മുട്ട പപ്സ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ആദ്യം 2 മുട്ട ഞാൻ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം 2 സവോള ചെറുതായി അരിഞ്ഞതും, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി എടുത്ത് ചെറുതായിട്ട് അരിയുന്നുണ്ട്. നമുക്ക് എരിവ് കുറവായതുകൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് എടുത്തത്. എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. നിങ്ങൾക്ക് ഏതോ എണ്ണ വേണ്ടതെന്ന് വെച്ചാൽ ആ എണ്ണ ഒഴിക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടില്ല. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. സവോള പെട്ടെന്ന് വഴറ്റി വരാൻ അല്പം ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ അത് വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും അല്പം കറിവേപ്പിലയും ഇട്ട് വഴറ്റുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും, ഞാനിവിടെ ചിക്കൻ മസാല എടുത്താൽ നിങ്ങൾക്ക് എഗ് മസാല ഉണ്ടെങ്കിൽ അതായാലും എടുക്കുക. അതിനുശേഷം മൈദപ്പൊടി 1 ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുഴച്ചിട്ട് ചെറിയ ബോൾസാക്കി പരത്തിയെടുക്കുക. നല്ല ചപ്പാത്തി പോലെ വലിപ്പത്തിൽ പരത്തിയെടുക്കണം. ഞാനിവിടെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അങ്ങനെയാണ് ഫില്ലിങ് വെച്ച് ഫില്ലാക്കുന്നുള്ളത്. നിങ്ങൾക്ക് മുട്ട പപ്സിൻ്റെ അച്ചുണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും ചെയ്യാം. അപ്പം അതിന് ശേഷം ഇതിനകത്തേക്ക് സെൻറ്ററിലേക്ക് മസാല വെച്ച് ഒരു ചെറിയ പീസ്, ഞാനൊരു മുട്ട 4 കഷ്ണമായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു പീസ് മുട്ടയും വെച്ചിട്ട് അത് കവർ ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മുഴുവൻ മാവും ഇതുപോലെ ചെയ്തെടുക്കുക. അതിനുശേഷം എണ്ണ ചൂടായിട്ടാകുമ്പം എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരിയെടുക്കാം. മുഴുവൻ പപ്സും അതുപോലെ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.